സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കാം. എഫേസ്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം പഠിച്ചത്. അവിടെ നാം കണ്ടത് 3-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്ന സഭ ഒരു മർമ്മമാണ്. പൗലോസ് ആദ്യത്തെ വാക്യത്തെ പറയുന്നു, ആ സുവിശേഷ നിമിത്തം അല്ലെ ക്രിസ്തുവേശുവിന്റെ ആ സുവിശേഷം ജാതികളോട് അറിയിച്ചത് മൂലം താൻ ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുകയാണ് ചെയ്യുന്നത്. തനിക്ക് ക്രിസ്തുവേശുവിനെ സംബന്ധിച്ചുള്ള ഒരു മർമ്മം ആത്മാവിനാൽ അറിവായി വന്നു, അല്ലെ വെളിപ്പാടിനാൽ ലഭിച്ചു എന്ന് പറയുന്നു. ആ മർമ്മം ജാതികൾ സുവിശേഷത്തെ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും ആത്മതൻ പങ്കാളികളും ആയിത്തീർന്നു എന്ന മർമ്മമാണ് താൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ആ സുവിശേഷത്തിന് താൻ ഒരു ശുശ്രൂഷകനായി തീർന്നു. തന്നെ കുറിച്ച് താൻ പറയുകയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ തനിക്ക് ഒരു വിശ്വാസി എന്ന ആ വിശ്വാസിയെക്കാളും താണ തനിക്ക് ഏറ്റവും ചെറിയവനായ ഒരു ചെറിയ വിശ്വാസിയായ തനിക്ക് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് ജാതികളോട് പ്രസംഗിപ്പാനുള്ള കൃപ ദൈവം തന്നു. അത് തന്നെയല്ല, എല്ലാവരോടുമായി ക്രിസ്തുവിനെ പറ്റി പറയാം. അവിടെ പറഞ്ഞിരിക്കുന്നു, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവരോടുമായി പ്രസംഗിപ്പാനും തനിക്ക് അല്ലെങ്കിൽ പ്രകാശിപ്പാനും തനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പം ജാതികളോട് മാത്രമല്ല, യഹൂദന്മാരോടും ക്രിസ്തുവിന്റെ അപ്രമേധനത്തെ കുറിച്ചും ആ ദൈവത്തിന്റെ മർമ്മത്തെക്കുറിച്ചുള്ള വ്യവസ്ഥയെക്കുറിച്ചും തനിക്ക് പറവാനായി ദൈവത്തിന്റെ വലിയ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് 10-ാം വാക്യത്തിൽ കണ്ടത്, സഭയിലൂടെ ദൈവം ദൂതന്മാരെ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്. കാരണം നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ദൈവം ഏഞ്ചലിക് ബീൻസ് സ്വർഗീയ ദൂതന്മാരെയും, ഈ ദൂതന്മാരെന്ന് പറയുമ്പോൾ നല്ല ദൂതന്മാരുമുണ്ട്, ദുഷ്ടാത്മാക്കളും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് മനസ്സിലാക്കി. അവിടെ പറഞ്ഞിരിക്കുന്ന പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് ആണ്. അതുപോലെ ഭൂമിക്ക് മീതെയുള്ള ആകാശത്തിലുള്ളതും ആ സ്വർഗത്തിലുള്ളതും എല്ലാം, നല്ല ദൂതന്മാരും ചീത്ത ദൂതന്മാരും എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലവർ എന്ന് നാം പറഞ്ഞത് രക്ഷ പ്രാപിക്കുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാർ, അതുപോലെ ദുഷ്ടദൂതന്മാർ അല്ലെങ്കിൽ ചിത്തദൂതന്മാരെന്ന് നമ്മൾ പറഞ്ഞത് ക്രിസ്തുവിന്റെ ആ അനുഭവത്തിലേക്ക്, അല്ലെ ക്രിസ്തുവിന്റെ ആ നാം രക്ഷണീയ കാര്യത്തിലേക്ക്, നാം രക്ഷയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തടുക്കുന്ന ദൂതന്മാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അവകാശത്തെയും അധികാരത്തെയും തടുക്കുന്നവരുണ്ട്, നാം മറ്റുള്ളവരിലേക്ക് വചനം പറയാതിരിക്കാൻ തടുക്കുന്നവരുണ്ട്, എല്ലാത്തിനെയും തടുക്കുന്ന ദൂതന്മാരും ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കുമായി ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് ദൈവം മനസ്സിലാക്കി കൊടുക്കുക. നമ്മെ ദൈവം ദൈവവചനം പഠിപ്പിക്കുന്നത് പോലെ തന്നെ അവരെ ദൈവത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്നത് നമ്മിലൂടെയാണ്. നമ്മിലൂടെ എന്ന് പറയുമ്പോൾ നാം ഈ ലോകത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നതിലൂടെ ദൈവത്തിന്റെ മഹത്വം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പറഞ്ഞത്, ദൈവത്തിന്റെ രക്ഷണ്യ മനുഷ്യരോടുള്ള രക്ഷണ്യ പ്രവൃത്തിയെ കുറിച്ച് ദൂതന്മാരിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാ? അവർക്ക് വേണ്ടി ദൈവം അവര് പാപം ചെയ്ത ദൂതന്മാരെ തള്ളിയിട്ട് കളഞ്ഞു, താഴേക്ക് തള്ളിയിട്ടു എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി നരകം ഒരുക്കിയപ്പോൾ ഈ പാപികളായ മനുഷ്യരെ, ഒന്നിനും കൊള്ളാത്ത ബലഹീനായ മനുഷ്യരീരങ്ങളെ ദൈവം പാപം ചെയ്തപ്പോൾ അവരെ വീണ്ടെടുക്കാനായി തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നമ്മെക്കുറിച്ച് നമ്മെ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആക്കി തീർത്തതെന്ന് അവർ ഓർക്കുമ്പോൾ അവർക്കൊരു വിസ്മയമുണ്ട്. അവർ നമ്മെ നോക്കിക്കൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞു, ഒരു സൃഷ്ടിയുടെ മഹത്വം വെളിപ്പെടുന്നത് ഒരു സൃഷ്ടിതാവിന്റെ മഹത്വം വെളിപ്പെടുന്ന സൃഷ്ടിയുടെ മഹത്വത്തിനനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ദൈവത്തിന്റെ മഹത്വം എല്ലാവരും കാണുന്ന നമ്മെ നോക്കിയിട്ടാ ദൈവം മനസ്സിലാക്കുന്നത്, അല്ല ദൈവമല്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്.
അപ്പം സഭയിലൂടെയാണ് സ്വർഗീയ ദൂതന്മാരും ദുഷ്ടദൂതന്മാരും ഒക്കെ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി പഠിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ രക്ഷയും വിശുദ്ധീകരണത്തിലും അധികമായി തന്നെ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മെ പലരും കാണുന്നുണ്ട്, ഈ ലോകത്തിലുള്ളവർ കാണുന്നുണ്ട്, നമ്മെ ഏഞ്ചലിക് ബീങ്സ് കാണുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതം അതിനനുസരിച്ചായി വളരണം. അപ്പൊ നമ്മൾ നാലാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമെണ്ണം വിശുദ്ധമായിട്ട് നടക്കണമെന്നാ പറയുന്നത്. വിളിക്ക് യോഗ്യമാവണ്ണം നാം നടക്കണം എന്നാ പറയുന്നത് അല്ലെ. നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ വാക്യം വായിക്കും. എന്നാൽ തന്നെയും നമ്മളെ ഒരു വിളിയുണ്ട്, ആ വിളിക്ക് യോഗ്യമായി തന്നെ നാം നടക്കണം. നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ആ വചനത്തിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നാം ഈ ലോകത്തിൽ നടക്കുമ്പോൾ അത് ഏഞ്ചലിക് ബീങ്സിന് മാത്രമല്ല, മറ്റുള്ളവർക്കും നമ്മുടെ ജീവിതം മൂലം ദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇനി നമുക്ക് 11-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. എഫെസ്യ ലേഖനം 3:11 വാക്യം. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിയായിരുന്നു. അപ്പൊ ഏഞ്ചലിക് ബീങ്സിന് അല്ലെ ഈ ദൂതന്മാർക്കൊക്കെ, എല്ലാവിധ ദൂതന്മാർക്കും ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് അറിയുന്നത് സഭ മുഖാന്തരം, നാം ഓരോരുത്തരും യൂണിവേഴ്സൽ ചർച്ചിന്റെ, എന്നാൽ സാധാരണ സഭകളെ കുറിച്ച് പറയാനൊക്കത്തില്ല, അവിടെ വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഉണ്ട്. പക്ഷെ അതല്ല പറയുന്നത്, ആ യൂണിവേഴ്സൽ ചർച്ചിന്റെ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടത്തെ നോക്കിയാണ്, നമ്മുടെ ജീവിതം മൂലമാണ് അവർ ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം, ലോകാരംഭത്തിന് മുമ്പേ നിവർത്തിച്ച അനാദി നിർണയം, അതാണ് അനാദി നിർണയം എന്ന് പറയുന്നത്. അപ്പൊ സഭയിലൂടെയാണ് പലരും ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ അന്ത്യകാല പദ്ധതിയും ദൈവം സഭയിലൂടെയാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, തന്റെ ഏകജാതനായ പുത്രനെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു ജനതയുടെ പാപ പരിഹാരത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച് യാഗമാക്കി തീർത്തപ്പോൾ അവര് ആ ദൈവത്തിന്റെ ആ കൃപയും കരുണയും കാണുമ്പോൾ അവരെ അതിശയിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ബലഹീനരായ മനുഷ്യരെ പുത്രന് അനുരൂപമായി അനേകരെ സ്വർഗത്തിൽ കാണുമ്പോൾ അവർ അതിശയോക്തിയോടെ നോക്കണം, വിസ്മയത്തോടെ നോക്കണം, ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ദൂതന്മാർക്ക് നല്ല ഒരു പങ്കുണ്ട്. പല കാര്യത്തും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് റെവലേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വർഗീയ ദൂതന്മാര് കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ അവിടെ ദൂതന്മാര് നമുക്ക് എന്താ പറയുന്നത്, സാക്ഷികളാണ്. നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ന്റെ 4, 5, 6 വാക്യങ്ങളൊന്ന് വായിക്കാം. സഭ തേസിൽ എടുക്കപ്പെടുമ്പോൾ ദൂതന്മാരും സാക്ഷികളാണ്. ഇതെല്ലാം ദൈവത്തിന്റെ അനാദി നിർണയ പ്രകാരമാണ്, താൻ പുത്രനിലൂടെ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ന്റെ 4. 24 മൂപ്പന്മാരും 4 ജീവികളും അമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിനെന്ന് പറയുന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്ക പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം പ്രാപിച്ചിരിക്കുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ചവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ നാം തേജസ്സിൽ എടുക്കപ്പെടുമ്പോൾ അവിടെ ദൂതന്മാരും സാക്ഷികളാണ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ദൈവം ആദമിനെ സൃഷ്ടിച്ചതിനേക്കാളും അനുഗ്രഹീതമായ ഒരവസ്ഥയാണ് ക്രിസ്തുവിലെ പുതിയ സൃഷ്ടി ഇവിടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിളിയെ കുറിച്ച് നാം എല്ലാവരും ബോധ്യമുള്ളവരായിരിക്കണം. അതുപോലെ നമ്മൾ ഉത്തരവാദിത്വം ഉള്ളവരായിരിക്കണം. വിശുദ്ധിയോടെ വിശ്വസ്തരായി ഈ ലോകത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എഫെസ്യ ലേഖനം 4-ന്റെ 1, 2, 3 വാക്യം ഞാൻ ഒന്ന് വായിച്ചു പോകാം. എന്നിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. എഫെസ്യ ലേഖനം 4-ന്റെ
1, 2, 3 വാക്യങ്ങൾ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നത് ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കും. ഇതിനാ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. പൂർണ്ണ വിനയം വേണം, സൗമ്യത വേണം, ദീർഘക്ഷമ വേണം, സ്നേഹം വേണം, അന്യോന്യം പൊറുക്കണം, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പം വിശ്വസ്തരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. നമ്മള് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നല്ല. കേവലം കുറെ വിശ്വാസികളെ അല്ലെങ്കിൽ കുറെ മക്കളെ ജനിപ്പിക്കാനല്ല ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. വിശ്വസ്തരേക്ക് വേണ്ട കർത്താവ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, കർത്താവ് ഭൂമിയിൽ തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന് തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനായിപ്പാനും എന്നാ പറയുന്നത്. തന്നോടുകൂടെ ഇരിക്കുന്ന ഒരു ജനത്തിനെയാണ്, അല്ലെങ്കിൽ ഒരു മക്കളുടെ കൂട്ടത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ആ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ നിഷ്കളങ്കരായി, വിശുദ്ധരായി, വിശ്വസ്തരായി ജീവിക്കാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. നമ്മളിലൂടെ ദൈവം അനേകരെ സഭയിലൂടെ നമ്മൾ ഓരോരുത്തരുടെയും ദൈവം നമ്മുടെ ഇവിടെയുള്ള മനുഷ്യരെയും അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൂതന്മാരെയും അല്ലെങ്കിൽ എല്ലാ ദൂതന്മാരെയും ദൈവം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം അവർ പഠിക്കുന്നു. 3:12 വാക്യം. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അവങ്കൽ ആശ്രയിച്ചിട്ട്, അവനുള്ള വിശ്വാസത്താൽ, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് കർത്താവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും. എവിടേക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ടുള്ള ധൈര്യവും പ്രവേശനവും ലഭിച്ചത്? ക്രിസ്തുവിന്റെ കൽവറി ക്രൂശിലെ പൂർത്തിയാകപ്പെട്ട പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ലഭിക്കാനായിട്ട് ആയിത്തീർന്നത്. കാരണം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു ജനത, ദൈവത്തോട് സംബന്ധമില്ലാതിരുന്നവർ, ആ വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് അന്യര്, അയോഗ്യരായിരുന്നവര്, എന്താ പറയുന്ന പ്രത്യാശയില്ലാത്ത, ദൈവമില്ലാത്ത ഒരു ജനതയെ, ദൈവത്തോട് സമാധാനമില്ലാതിരുന്ന ജനതയെ ദൈവത്തോട് സമാധാനമുള്ളതാക്കി തീർത്ത ക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗത്താലാണ്. ആ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വേലയാലും നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ ലഭിച്ചു. ആ കൂട്ടായ്മയാലും ഏതു സമയത്തും യാതൊരു ഭയവും കൂടാതെ ധൈര്യത്തോടെ നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനുള്ള ശ്രേഷ്ഠ പദവി ലഭിച്ചു. നാം മക്കളാണ്, നാം അവകാശികളാണ്. നമ്മൾ നോക്കിയാൽ ഈ ലോകത്തിൽ വലിയവരായ അനേക പദവികൾ അലങ്കരിക്കുന്നവരെ നമുക്കറിയാം. എക്സാമ്പിൾ, നമുക്കൊരു നമ്മുടെ പ്രസിഡന്റിനെ നോക്കാം. ഒരു പ്രസിഡന്റിന്റെ അടുത്തോട്ട് ആരെങ്കിലും ചെല്ലണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ ഇല്ലാതെ പോകാനൊക്കത്തില്ലല്ലേ? പക്ഷെ പ്രസിഡന്റിന്റെ മകന് പ്രസിഡന്റിന്റെ അടുത്തോട്ട് പോകണമെങ്കിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കി ഏത് സമയത്ത് ഓടിച്ചെല്ലാം അല്ലേ? എന്തുകൊണ്ടാ? അത് മകനായതുകൊണ്ടാ. അതുപോലെ തന്നെ പിതാവായ ദൈവത്തോടെ ആ മക്കൾ എന്ന ആ ഒരു അവകാശത്തിന്റെ പേരിൽ നമുക്ക് എപ്പോഴും പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ധൈര്യം ഉണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കോൺഫിഡൻസ് ആണോ? ഒരിക്കലുമല്ല. അത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച കോൺഫിഡൻസ് ആണ്. നാം സ്വയമായി ആർജിച്ചതല്ല, ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച കോൺഫിഡൻസ് ആണ്. ഏത് സമയത്തും പിതാവിങ്കലേക്ക് ഭയം കൂടാതെ ധൈര്യമായി ചെല്ലുവാൻ ഉള്ള ഒരവകാശം ലഭ്യമായിരിക്കുന്നത്. ഇവിടെ ധൈര്യം അല്ലെങ്കിൽ ബോൾഡ്നെസ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സകലവും തുറന്ന ദൈവസന്നിധിയിൽ ഏത് നേരത്തും എപ്പോൾ വേണമെങ്കിലും പോയി പറയുവാനുള്ള ഒരവകാശം നമുക്ക് ലഭിച്ചു. ധൈര്യത്തോടെ സകലതും ദൈവസന്നിധിയിൽ ഏത്
സമയത്തും നമുക്ക് പറയുവാനുള്ള ഒരു അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ചെല്ലുവാനുള്ള ധൈര്യം, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അപ്പൊ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഏത് സമയത്തും ദൈവത്തോട് അപേക്ഷിക്കാം. ആ ദൈവം ഔദാര്യമായി കൊടുക്കുന്ന ദൈവമാണെന്ന് നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. യാക്കോബ് 1:5 എടുക്കണം നിർബന്ധമില്ല. നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കാം. ഏത് സമയത്തും ദൈവത്തോട് നമുക്ക് എന്തും യാചിക്കാം. അതുകൊണ്ടല്ലേ മലാക്കി പുസ്തകം പഴയ നിയമത്തിൽ പറയുന്നത് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിറയ്ക്കാൻ. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ നിറയ്ക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. പക്ഷെ ദൈവത്തിന് അത് സാധ്യമാകും. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നിറച്ചും തരുവാനായിട്ട് കർത്താവിന് കഴിയും. എബ്രായ ലേഖനം 4:16 നാം എപ്പോഴും വായിക്കുന്ന ഒരു വാക്യം. അതുകൊണ്ട് എബ്രായ ലേഖനം 4:10 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിനു അടുത്തു ചെല്ലാം. ആ ഒരു വേർഡ് മറക്കരുത്, ധൈര്യത്തോടെ. പണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പണ്ട് മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഭയത്തോടെയാ പ്രവേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിലൊക്കെ വിപരീതമായി നമുക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ ദൈവത്തിങ്കലേക്ക് അടുത്തു ചെല്ലുവാനായിട്ടുള്ള അവകാശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ലായിരുന്നോ? നാം പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഏത് സമയത്തും പിതാവിങ്കിലേക്ക് പോകുവാനായിട്ട് നമുക്ക് ദൈവം കൃപ തന്നു. എബ്രായ ലേഖനം 10:19 മുതലുള്ള വാക്യങ്ങൾ. എന്തുകൊണ്ട് നമുക്ക് ആ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. വായിക്കാം എബ്രായ ലേഖനം 10:19 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലാം. ഏത് സമയത്തും ദൈവത്തിങ്കിലേക്ക് അടുത്ത് ഞാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഫിലിപ്പിലേഖനം 4 ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷിച്ചാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക അത്രേ വേണ്ടത്. ഏത് സമയത്ത് എന്തും പറയാം. നമുക്ക് മറ്റാരോടും പറയാൻ വയ്യാത്ത ഏത് കാര്യങ്ങളും ദൈവത്തോട് പറയാം. ദൈവം എന്ത് വിചാരിക്കുമെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഹൃദയത്തിൽ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്ത് കാര്യങ്ങളും നമുക്ക് ദൈവത്തോട് പറയുവാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയാല് ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ലഭിച്ചത് കൊണ്ട് നമുക്ക് ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ഏത് സമയത്തും അടുത്ത് ചേരുവാനുള്ള ധൈര്യവും പ്രവേശനവുമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനാകട്ടെ, യവനനാകട്ടെ, സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, ആർക്കായാലും ഏത് സമയത്തും. പണ്ട് യെരുശലേം ദേവാലയത്തിൽ നിന്നും സ്ത്രീകൾക്ക് അനുവാദമില്ലായിരുന്നു, പ്രാകാരത്തിലായിരുന്നു നിൽക്കേണ്ടിയിരുന്നത് അല്ലേ? അങ്ങനെ ഒന്നുമില്ലാതെ ഒരു ജാതി, വർണ്ണ, മത ഒരു വിവേചനവുമില്ലാതെ പിതാവിന്റെ സന്നിധിയിലേക്ക് അടുത്തു തരുവാനുള്ള വലിയൊരു പ്രാഗൽഭ്യവും ധൈര്യവും നമുക്ക് കിട്ടുന്നത് നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു. ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. മക്കൾക്ക് മാത്രമുള്ള അവകാശമാണ് അത്. മക്കളാകിയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി 13ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുകൊണ്ട്
പറയാൻ കാര്യമുണ്ട് അതുകൊണ്ടെന്ന് പറയുമ്പോൾ. കാരണം പൗലോസിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പൗലോസ് ജാതികളോട് സുവിശേഷം അറിയിച്ചത് കൊണ്ടാണ് ആ എഫെസോസിലുള്ള വിശ്വാസികളും അല്ലെങ്കിൽ ജാതീയരായ വിശ്വാസികളും ദൈവത്തിങ്കലേക്ക് വരുവാൻ കാരണമായി തീർന്നേ. അപ്പൊ നിങ്ങൾക്ക് ആ ദൈവത്തിങ്കലേക്ക് വരുവാൻ ഏത് സമയത്തും പ്രവേശനത്തിന് അടുത്ത് വരുവാൻ കാരണമായി തീർന്നു ഞാൻ സുവിശേഷം അറിയിച്ചതുണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ അധൈര്യപ്പെട്ടു പോയെന്ന് അപേക്ഷിക്കുന്നു. ഇംഗ്ലീഷ് പറയുന്ന ഡു നോട്ട് ലൂസ് ഹാർട്ട്. പറയാൻ കാരണമുണ്ട്. കാരണം നമ്മൾ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറഞ്ഞ എന്തുവായിരുന്നു? ജാതികളായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നു. കാരാഗ്രഹ ലേഖനമായതല്ലേ, ആ തടവറയിൽ ഇരുന്നു കൊണ്ടാണ് എഴുതുന്നത്. അപ്പം തടവറയിൽ ഇരുന്നു കൊണ്ട് എഴുതുമ്പോൾ ആ പൗലോസ് തടവറയിൽ അല്ലെങ്കിൽ ബന്ധനത്തിലായതുകൊണ്ട് അവർ അധൈര്യപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ഫിലിപ്പ് ലേഖനമൊക്കെ വായിക്കുമ്പോൾ പഠിക്കുമ്പോഴേ ഫിലിപ്പ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചിലർ ക്രിസ്തുവിനെ അസൂയവും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലർ നല്ല മനസ്സോട് തന്നെ. അവിടെ പറയുന്നത് അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായി ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവർ നല്ല മനസ്സോടെ ചെയ്യുന്നു. ചിലരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെ അല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അപ്പം ചിലര് പൗലോസ് ബന്ധനത്തിലായതുകൊണ്ട് ദേഷ്യപ്പെട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ചിലര് നല്ല മനസ്സോടെ ദൈവത്തെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പം പൗലോസ് പറയാ, എന്റെ ബന്ധനങ്ങൾ നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. അപ്പം അവരെ കുറിച്ച് പൗലോസിന് വലിയൊരു ഉദ്ദേശമുണ്ട്. പൗലോസിന്റെ ആ കാരാഗൃഹത്തിലെ വാസം മൂലം അല്ലെ ആ ബന്ധനങ്ങൾ മൂലം ആ കഷ്ട അനുഭവങ്ങൾ മൂലം അവരുടെ വിശ്വാസത്തിന് ഒരിക്കലും ഒരു കോട്ടവും സംഭവിപ്പാൻ, ഒരു തരത്തിലും ഒരു ചലനവും സംഭവിപ്പാൻ ഇടയായി തീരരുത് എന്നാണ് പൗലോസിന്റെ ആഗ്രഹം. അപ്പം നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഇത്രത്തോളം കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചതിനാൽ അനേകം ജാതികൾ ക്രിസ്തുവിലേക്ക് വരുവാൻ കാരണമായി തീർന്നു. അനേക സഭകൾ സ്ഥാപിക്കാനായിട്ട് കാരണമായി തീർന്നു. തൻ്റെ ജീവിതം തന്നെ സുവിശേഷത്തിന് വേണ്ടിയായിരുന്നു. താൻ ഈ കാരാഗൃഹത്തിലായിരുന്നത് തന്നെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സത്യത്തിന് വേണ്ടി നിലനിന്നില്ലായിരുന്നെങ്കിൽ തനിക്ക് ഒരിക്കലും ഉപദ്രവം അനുഭവിക്കേണ്ടിയും കാരാഗൃഹത്തിലാകേണ്ടതും വരുമായിരുന്നില്ല. അപ്പം അനേകരെ എങ്ങനെയെങ്കിലും ക്രിസ്തുവിന് വേണ്ടി, തന്റെ തല പോയാലും വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടണം എന്നതായിരുന്നു പൗലോസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം അനേകർ താൻ പറയുന്നുണ്ട്, ഇത് രണ്ടിനാലും ഞാൻ ഇറങ്ങുന്നു. ഞാൻ കർത്താവിനോട് എന്റെ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാനേ എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ ഈ ഇടത്ത് ജീവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആത്മീയ വർധന വരുവാനോ നിങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വരുവാനോ കാരണമാകുന്നു എങ്കിൽ ഇത് രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമാണ്. എങ്കിലും ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറ്റവും ആവശ്യമാകുന്നു എന്ന് ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഫിലിപ്പ് ലേഖനത്തിലെ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് വന്ദനം പറയുമ്പോൾ പറയുന്നുണ്ട്, കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താൻ ചങ്ങലയിലായി കിടക്കുമ്പോഴും തനിക്ക് തല പോകേണ്ടി വന്നാലും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പറ്റി പ്രസംഗിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം പൗലോസ് തടവറയിലായിരിക്കുകയാണ്. ഓരോ സമയത്തും 3-4 പടയാളികൾ തന്റെ ചുറ്റുമുണ്ട്. അപ്പൊ ഓരോ ഈ അവരുടെ ആ ഓരോ തവണ മാറി അവരുടെ ഷിഫ്റ്റ് മാറുന്നതിനനുസരിച്ച് അധികം ആൾക്കാർ വരുമല്ലോ, അവരെയും കൂടെ ക്രിസ്തുവിലേക്ക് ആക്കാമെന്നുള്ള ചിന്തയാ പൗലോസിന്. തന്റെ ബന്ധനങ്ങളിൽ അവിടെ ഇരുന്ന് കരയുകയല്ല പൗലോസ് ചെയ്യുന്നത്. ഫിലിപ്പ് ലേഖനത്തിലല്ലേ കൂടുതൽ പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നത്. അതിങ്ങനെ പറയുന്നതിൽ എനിക്കൊരു മടുപ്പുമില്ല, അത് നിങ്ങൾക്ക് ഉറപ്പാവുന്നു എന്ന് പറയുന്നുണ്ടല്ലേ ഫിലിപ്പ് ലേഖനം അങ്ങനെയാ പറയുന്നത്. അപ്പം തനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് പ്രശംസിക്കുന്നതിൽ ഒരു കാര്യം ഒരു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നാണ് പറയുന്നത്. അപ്പം കൈസറിലെ കൈസറിന്റെ അരമനയിലുള്ളവരും ക്രിസ്തുവിൻ എന്താ പറയുന്നത്, നിങ്ങളെ വന്ദനം ചൊല്ലുമെന്ന് പറയുമ്പോൾ തന്നെ ശുശ്രൂഷിച്ച അല്ലെ തൻ്റെ കൂടെ ബന്ധനത്തിലായി. അന്നത്തെ കാലത്ത് ഒരാളെ ചെയിൻ ഇടുമ്പം ഒരു പടയാളിയും കൂടെ കൂട്ടത്തില് ചെയിൻ ഇടുക പതിവുണ്ട്.
ഒന്നോ രണ്ടോ, പത്രോസിനെ കാരാഗ്രഹത്തിലാക്കുമ്പോൾ 4 പേരെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുണ്ട്. അങ്ങനെ വരുന്നവരെ എല്ലാം സുവിശേഷത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ളത് പൗലോസിന്റെ ജീവിത ലക്ഷ്യമായിരുന്നു. അതും തടവറയിലായിരുന്നാലും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ തനിക്കൊരു പ്രയാസവുമില്ലായിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, എന്റെ കഷ്ടങ്ങൾ നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. കാരണം അന്നത്തെ കാലത്ത് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അപ്പം ആ എഫേസോസിൽ താനെ വളരെ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവിടെ സുവിശേഷം അറിയിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പം നമുക്കറിയാം, ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ എത്ര വേദന സഹിക്കണം. അതുപോലെയാണ് പൗലോസ് വേദന സഹിച്ചുകൊണ്ടാണ് സുവിശേഷം അറിയിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. എപ്പോൾ തന്റെ തല പോകും, എപ്പോൾ അടി വരും, എപ്പം ശാസന കിട്ടും എന്നുള്ളത് ആ ഒരു എപ്പോഴും കാത്തുകൊണ്ടായിരുന്നു പൗലോസ് സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നത്. അവിടെ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നതായ എന്റെ കുഞ്ഞുങ്ങളെ, ഇപ്പൊ നിങ്ങളുടെ അടുക്കൽ നിന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഇരുന്നു ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന അതേ ഇതോടെയാണ്, ആ വേദനയോടെ ഞങ്ങൾക്ക് വേണ്ടി എരിയുന്നെന്ന് പറയുന്നത്. കൊരിന്ത്യരോട് ആൾക്കാരോട് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യുന്നു. നിങ്ങൾ ആരും ക്രിസ്തുവിനുള്ള നിർമ്മലയിൽ ഏകാഗ്രതയും വിട്ടുപോകരുതേ, അങ്ങനെ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് ആലോചിച്ചു നോക്കെ, നമ്മൾ മക്കൾക്ക് വേണ്ടി മക്കളെ നോക്കിയിരിക്കുന്നത് പോലെ പൗലോസ് തങ്കലേക്ക് തന്റെ സുവിശേഷത്തിലൂടെ തന്റെ വചനത്തിലൂടെ ക്രിസ്തുവിലേക്ക് വന്ന എല്ലാവരെയും ഒരു മക്കളുടെ ഒരു ആർദ്രതയോടെ അലിയുന്നു, അവർക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു. അപ്പം തന്റെ അതുപോലെ തന്നെ പൗലോസിനെയും അവരൊരു പിതാവിന്റെ ഒരു ബഹുമാനത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസിന് ബന്ധനങ്ങൾ വരുമ്പോൾ, ഉപദ്രവങ്ങൾ വരുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതവും അവരും അധൈര്യപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ ബന്ധനങ്ങൾ നിമിത്തം നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പറയുന്നു. അതെന്തുകൊണ്ട്? അപ്പൊ എന്റെ ബന്ധനങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് അവരോട് പറയുന്നു. അപ്പം ക്രിസ്തുവിനെ നമുക്കറിയാം, ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല അല്ലേ. നമുക്കറിയാം, ഇപ്പൊ സംഭവിച്ച കാര്യം, ചാർലി കിർക്കിന്റെ കാര്യം നമുക്കറിയാം. എന്തിനു വേണ്ടിയാ മരണം ഏറ്റെടുത്തത്? ക്രിസ്തുവിന് വേണ്ടിയല്ലേ, സത്യത്തിനു വേണ്ടി നിന്നിട്ടല്ലേ. സത്യത്തിനു വേണ്ടി ബോൾഡായിട്ട് നിൽക്കുന്നവർക്ക് എപ്പോഴും പീഡനങ്ങൾ ഉണ്ടാകാം. ഒരു സമയമല്ല, പല സമയത്തും താൻ ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെ സഹിച്ചിട്ടുണ്ട്. എപ്പോഴാ വെടിയുണ്ട വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആരോ ഒരു ഇന്റർവ്യൂവർ തന്നോട് ചോദിച്ചു, എന്താണ് തനിക്ക് അവസാനമായിട്ട് എല്ലാം നഷ്ടമായി പോയത്. അപ്പം താൻ എടുത്തു ചോദിക്കുന്നുണ്ട്, ഞാൻ മരിച്ചു പോയാലോ എന്ന്. അപ്പൊ പറഞ്ഞു, എന്ത് നഷ്ടമായി പോയാലും എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിലനിൽക്കും, വിശ്വാസ സത്യത്തിന് വേണ്ടി, ഫൈത്തിന് വേണ്ടി നിലനിൽക്കും എന്നാണ് തനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്. കാരണം തല പോയാലും കുഴപ്പമില്ല, സത്യത്തിനു വേണ്ടി നിലനിൽക്കുക എന്നതാണ് ഒരു ദൈവഭക്തനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫിലിപ്പിയിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസിന്റെ ബന്ധനം നിമിത്തം അനേകർ അധൈര്യപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ ചിലവർ അത് സന്തോഷത്തോടെ ക്രിസ്തുവിന് വേണ്ടി പോരാടുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അധൈര്യപ്പെട്ടു പോയത്, അത് നിങ്ങളുടെ മഹത്വമാണ്. നമുക്കറിയാം, ക്രൂശ് എടുത്തുകൊണ്ട് പോണമെന്നാ ക്രിസ്തു നമ്മോട് പറഞ്ഞേക്കുന്നത് അല്ലേ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ആ ക്രൂശ് എടുത്തുകൊണ്ടാണ് പോകുന്നത്, തങ്ങളുടെ മരണം ഏറ്റുകൊണ്ടാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് എല്ലാ കാലത്തും പീഡനങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. നമ്മള് ദൈവത്തിങ്കിലേക്ക് വരുവാൻ കാരണമായത് അനേകർ കഷ്ടം സഹിച്ചുകൊണ്ട്. പൗലോസ് കഷ്ടങ്ങൾ സഹിച്ചത് കൊണ്ടാണ് നമുക്ക് 13 ലേഖനങ്ങൾ എഴുതി കിട്ടിയത് അല്ലേ. അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മഹത്വത്തിന് കാരണമായി തീരുമെന്ന് പറഞ്ഞത്. എഫെസസിലെ വിശുദ്ധന്മാരുടെ മഹത്വത്തിന് കാരണമായി തീരുമെന്ന് പറഞ്ഞ അവരെ നിത്യരാജ്യത്തിലേക്ക് നയിക്കാൻ, ആ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് എത്തിപ്പെടുത്തുവാൻ അത് കാരണമായി തന്നെ. എന്റെ കഷ്ടതകൾ, എന്റെ കുരിശ് ഞാനോട് വായിക്കാം,
അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ, ഞാൻ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് അല്ലെങ്കിൽ കഷ്ടത അനുഭവിച്ചാണ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഇപ്പോഴും ഞാൻ അതിനുവേണ്ടിയാണ് ബന്ധനത്തിലായിരിക്കുന്നത്. എന്റെ ബന്ധനങ്ങൾ നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, അത് നിങ്ങളുടെ മഹത്വമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മഹത്വമായി ഇനിയും അനേകർക്ക് മഹത്വത്തിന്, അനേകരെ മഹത്വത്തിലേക്ക് നയിക്കുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പൊ മഹത്വത്തിന് കാരണമായി എന്ന് പറഞ്ഞാൽ അനേകരെ മഹത്വത്തിലേക്ക്, നിത്യ തേജസ്സിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിപ്പാൻ കാരണമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം എഫെസോസ് 4 കാരാഗ്രഹ ലേഖനങ്ങൾ താൻ എഴുതിയിട്ടുണ്ട്. എഫീസ് ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസി ലേഖനം, ഫിലോമോന്റെ ലേഖനം, ഇതെല്ലാം താൻ തടവറയിൽ കഴിയുമ്പോൾ എഴുതിയതാണ്. അത് അനേകരുടെ ജീവിതത്തിന് മഹത്വത്തിന് കാരണമായി തീർന്നു. അപ്പൊ അനേകർ തലമുറകളായി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് ഈ മണ്ണിൽ നിന്ന് ഇതുവരെയും ക്രിസ്തീയ സഭയുടെ വേരുകൾ നിലംപരിചാകാതെ ഇരിക്കുന്നത്. ഇപ്പോഴും ഈ മണ്ണിൽ ക്രിസ്തു സഭയുടെ വേരുകൾ നിലനിൽക്കുന്നതിന് കാരണമെന്ന് പറയുന്ന അനേകർ തങ്ങളുടെ ജീവനെ ക്രിസ്തുവിന് വേണ്ടി ഒരു മടിയുമില്ലാതെ ക്രിസ്തുവിന് വേണ്ടി ബലി കഴിക്കുവാനായിട്ട് തയ്യാറായത് കൊണ്ടാണ്. പൗലോസിനെ കുറിച്ച് പോലെയുള്ളവർ മറ്റുള്ള എല്ലാ അപ്പോസ്തലന്മാരും, യോഹന്നാൻ ഒഴികെ, യോഹന്നാനെ പല പ്രാവശ്യവും കൊല്ലുവാനായിട്ട് അവര് ചെയ്ത, എന്താ പറയാ, നമ്മളെ തിളച്ച എണ്ണയിലിട്ടെന്ന് പോലും നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അത്രയൊക്കെ പത്മോസിലേക്ക് നാട് കടത്തി, തിരിച്ചു വരത്തില്ലെന്നുള്ള ഉദ്ദേശത്തിലൂടെയൊക്കെ തന്നെയാണ് നാട് കടത്തിയത്. പക്ഷെ അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലൻ ഒഴിച്ച ബാക്കി കർത്താവായ യേശു ക്രിസ്തുവിന്റെ എല്ലാ അപ്പോസ്തലന്മാരും കൊല്ലപ്പെട്ടവരാണ് അല്ലെ. അപ്പൊ അവരൊക്കെയും അവരുടെ പിൻഗാമികളും നമ്മുടെ മുൻതലമുറക്കാർ മുഴുവനും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് ക്രിസ്തീയ സഭ ഇന്നും വളരുവാനായിട്ട് ഇടയായി തരുന്നത്. നമ്മളെ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് ഒരു വരമാണ്. അത് നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നമ്മൾ അനേക വരങ്ങളെ കുറിച്ച് പറയും, കൃപാവരങ്ങളെ കുറിച്ച് പറയും, എന്താ പറയുക, നമുക്കെല്ലാം വരങ്ങളും വേണം. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്നത് ആ വരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്. അപ്പം നമ്മളോടുള്ള ചോദ്യം എങ്ങനെയാ? നമ്മളും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ തയ്യാറാണോ? സുവിശേഷ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവർക്ക് എന്നാളും കഷ്ടമുണ്ട്. നമ്മുടെ പ്രശ്നമൊക്കെ ഇതാ, സത്യം വരുമ്പോ നമ്മൾ മാറിപ്പോകും, കേവലം വിശ്വാസികളായി പോകും. അല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ നാം തയ്യാറാണോ? ചാർലി കെർക്കിനെ പോലെ, മറ്റുള്ളവരെ പോലെ, പൗലോസിനെ പോലെ സത്യം പറയേണ്ടടുത്ത് സത്യം പറയുവാൻ നാം തയ്യാറാണോ? എന്നും നമ്മോടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം ഇത്. കാരണം നമ്മെ ദൈവം മക്കളാക്കി തീർത്ത അനേകരെ ദൈവത്തിങ്കിലേക്ക് നയിക്കാനാണ് അല്ലെ. നമ്മളുടെ ആ ഒരു സഫറിങ്, നമ്മുടെ ക്ലേശങ്ങൾ അനേകർക്ക് മഹത്വകരമായി തീരും, അനേകരുടെ ജീവിതത്തിന് അത് ആദായകരമായി തീരും. നമ്മളാരും വെറുതെ കർത്താവിങ്കിലേക്ക് വന്നവരൊന്നുമല്ല, കഷ്ടം സഹിച്ചു വന്നവരാണ് അനേകരും അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ നാമ മഹത്വത്തിന്, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും കാരണമായി തീരണം. റോമാലേഖനം 8:17 ഇങ്ങനെ പറയുന്നു, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മളൊരു തേജസ് ദൈവം വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ പൗലോസ് സഹിച്ചത് കൊണ്ടാണ് അനേകരെ തേജസ്സിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം പൗലോസ് പറയുന്നുണ്ട്, 4:17-18 അറിയാവുന്ന വാക്യം, എടുക്കണമെന്ന് നിർബന്ധമില്ല. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾ കിട്ടുവാൻ കാരണമാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെയാ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് അത് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വലിയതൊന്നും മുന്നൊരുക്കിയിരിക്കുന്നു. അതിലാണ് ഞങ്ങളുടെ നോട്ടം. ഈ ലോകത്തിലെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അല്ല ഞങ്ങളുടെ നോട്ടം. ഞങ്ങളുടെ നോട്ടം എന്ന് പറഞ്ഞാൽ നിത്യ തേജസ്സിന്റെ വലിയൊരു അവകാശത്തിലേക്ക് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. അവരോടും പറയുകയാണ്, എന്റെ കഷ്ടങ്ങൾ
ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാണ്. ആ നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, നിങ്ങൾ വിഷമിച്ചു പോകരുത്. നിങ്ങൾ ദൈവത്തെ അറിയിക്കുന്നവരായി തീരണം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുന്നവരായി തീരണം. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അവർ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് ഇടയായി തീരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും നമ്മളുടെ കഷ്ടങ്ങളിൽ വിഷമിച്ചു പോകാതെ ക്രിസ്തുവിനു വേണ്ടി നിൽക്കുന്നവരായി തീരണം. എന്ത് തല പോകേണ്ടി വന്നാലും സത്യത്തിനു വേണ്ടി നിൽക്കുന്നവരായി തീരണം. അതിന് ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കാരണം ഈ ലോകം വക്രതയും കോട്ടമുള്ള ഒരു ലോകമാ. നമ്മൾ ജീവിക്കുന്ന ലോകം ദുഷ്ടതയേറിയ ലോകമാ. ഈ ദുഷ്ടതയേറിയ ലോകത്തിൽ അവരെ പോലെ ജീവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നാ പറയുന്നത്. നമ്മളുടെ വെളിച്ചം മറ്റുള്ളവർക്ക് എടുത്തിക്കളയാതെ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നവരായി വെളിച്ചത്തിൽ നടക്കുവാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിളിച്ച വിശുദ്ധന് യോഗ്യമാവണ്ണം, അല്ലെങ്കിൽ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മളെ നടക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്ത വാക്യം 3:14. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുത്ത് കുത്തുന്നു. അത് നിമിത്തം അപ്പം പൗലോസിന്റെ ഒരു പ്രാർത്ഥന തുടങ്ങുകയാണ്. 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങള് പ്രാർത്ഥന എന്ന് നമുക്കൊന്ന് പറയാം. 14, 15, 16 മുതലുള്ള വാക്യങ്ങള് പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. ഞാനിപ്പോ ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുകയാണ്. ആ ഒരു മർമ്മത്തെ കുറിച്ച് എനിക്ക് അറിവ് കിട്ടി. ആ മർമ്മം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിച്ചത് മൂലമാണ് ക്രിസ്തുവിന്റെ ബദ്ധനായിത്തിരിക്കുന്നത്. അത് നിമിത്തം പറയുന്നത് നമുക്കറിയാം. 1-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, 3-ാം അധ്യായത്തിലും അതുപോലെ ഒരു പ്രാർത്ഥനയുണ്ട്. 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന എന്തിനു വേണ്ടിയായിരുന്നു? അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, എൻലൈറ്റൻമെന്റ്. 3-ാം അധ്യായത്തിലെ പ്രാർത്ഥന എന്താണ്? അവര് ശക്തിപ്പെടണം, എനേബിൾമെന്റ്. അപ്പൊ അവര് ശക്തിപ്പെടണം. നമുക്ക് പഠിക്കാം. ഓക്കെ, അത് നിമിത്തം എന്നിവിടെ പറയുമ്പോൾ നമ്മൾ 2-ാം അധ്യായത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. എന്തുകൊണ്ടേ? ജാതികൾ ആ ഒരു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന ഒരു ജനത ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥരായി തീർന്നു. അത് ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരമായിരുന്നു. അതിന്റെ ഫലമായി എഫെസോസിലുള്ളവരും ദൈവത്തെ അറിയുവാൻ, അല്ലെ ക്രിസ്തുവിനെ സ്വീകരിപ്പാനും ക്രിസ്തുവിന്റെ അനാദികാല പദ്ധതിയുടെ ഭാഗമായി തീരാനും ഇടയായി തീർന്നു. നമ്മൾ കഴിഞ്ഞ വാക്യത്തിൽ പറഞ്ഞ എന്തായിരുന്നു? ആ അന്ത്യകാല നിത്യതയിൽ അവർക്ക് ലഭിപ്പാൻ പോകുന്ന ഒരു മഹത്വത്തെ പറ്റിയാ പറഞ്ഞത്, അല്ലെ? ഒന്നിനും കൊള്ളാതിരുന്നവർ, ബലഹീനരായിരുന്നവർ, പാപികളായിരുന്നവർ, അഭക്തരായിരുന്നവർ, ശത്രുക്കളായിരുന്നവർ ആ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ ആയിത്തീരും എന്ന അറിവ്, ആ ഒരു അനാദി നിർണയം, അതു നിമിത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങള് ആരായിരുന്നു? ജാതികളായിരുന്നു. അങ്ങനെയുള്ളവർ ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പം പ്രാർത്ഥന ആരോടാണ്? പിതാവായ ദൈവത്തോടാണ്. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കാരണം ഈ കാര്യങ്ങളെല്ലാം പദ്ധതിയിട്ടത് ആരാണ്? പിതാവായ ദൈവമാണ്. അനാദികാലം മുമ്പേ, മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പേ, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ, ഈ ഭൂമിക്കും അടിസ്ഥാനമിടുന്നതിന് മുമ്പേ പിതാവായ ദൈവത്തിന് അനാദി കാലത്തിലെ പദ്ധതിയായിരുന്നു. അപ്പൊ ആ പ്രാർത്ഥിക്കേണ്ടത് പിതാവായ ദൈവത്തോട് കൂടെയാണ്. അപ്പം പ്രാർത്ഥനയ്ക്ക് ഒരു ക്രമമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞതാണെന്ന് തോന്നുന്നു. പിതാവായ ദൈവത്തോട് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്താൽ നാം പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തോടെ ക്രിസ്തുവിലൂടെ, അങ്ങനെയല്ലേ നമ്മള് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ നമ്മൾ അവസാനം അങ്ങനെയല്ലേ പറയുന്നത്? ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ നാം പ്രാർത്ഥിക്കുന്നു.
അപ്പം ഇവിടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ വിശേഷണം ഇവിടെ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്ന പിതാവ്. ഇവിടെ കുടുംബം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവ കുടുംബം, ഫാമിലി ഓഫ് ഗോഡ്. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും പിതാവാണ് പിതാവായ ദൈവം എന്ന് പറയുന്നത്. ഇവിടെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനൊന്നും പറയുന്നുണ്ട്. പല വിശദീകരണങ്ങൾ ഇതിനു വേണ്ടി പറയുന്നുണ്ട്. ചിലർ പറയുന്നത് വിശ്വസിക്കാത്തവരെന്ന് പറയുന്നതാണ് ഭൂമിയിലുള്ള കുടുംബം എന്ന് പറയുന്നത്. വിശ്വസിച്ചവരുടെ ഒരു കൂട്ടമാണ് സ്വർഗത്തിലുള്ള കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എനിക്കതിനോട് ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത് സ്വർഗത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ചവരും, ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരും എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് മറ്റേ ആ വിശദീകരണത്തിനോട് നീതി പുലർത്തുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. മറ്റേ വിശദീകരണം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വർഗത്തിലുള്ളെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രം. കാരണം ദൈവം എല്ലാവരുടെയും പിതാവല്ല, എല്ലാവരുടെയും ദൈവമാണെങ്കിൽ എല്ലാ സൃഷ്ടി എന്ന നിലയിൽ പിതാവാണെന്ന് പറഞ്ഞാൽ, സൃഷ്ടിതാവെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും പിതാവല്ല. അങ്ങനെ പിതാവെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നേ, മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കുവാൻ കാരണമായ ഒരു നല്ലൊരു വിശദീകരണം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ചവരെന്നും, ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരെന്നും അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ദൈവത്തിന്റെ കുടുംബത്തിലുള്ളവർ, ഇതുവരെ മരിച്ചുപോയവരുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിച്ചവര്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, ഇനി വരുവാനുള്ളവരുമുണ്ട്. അപ്പൊ സകല കുടുംബത്തിലും ഇനി വരുവാനുള്ളവർക്കും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുന്നു. അപ്പൊ എങ്ങനെ പേർ വരണം? ദൈവമക്കൾ എന്ന പേർ വരുവാൻ കാരണമായത് അല്ലെ ദൈവത്തിന്റെ പ്രവൃത്തിയാലാണ്. യഹൂദനോ യവനനോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക എന്ന ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ പദ്ധതി അല്ലെ, ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം എന്നാ പറയുന്നത്. അപ്പം ക്രിസ്തുവിലൂടെ നിവർത്തിച്ച പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനാദി നിർണയമാണ്. അപ്പം നമുക്ക് ഇവിടെയാണ് പല ചർച്ചസ്, പല ഡിനോമിനേഷനൊക്കെ ഉള്ളതല്ലേ. പക്ഷെ നാം ഒരു യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗങ്ങളാണ്. ഏത് ചർച്ചിലെ ഇവിടുത്തെ അംഗങ്ങളായാലും ആ സ്വർഗത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് അല്ലെ. അത് നിത്യതയിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ ചെല്ലുമ്പോഴും മർത്തോമയാണെന്നോ യാക്കോബയാണെന്നോ പെന്തക്കോസ്താണെന്നോ ബ്രദറിനാണെന്നോ ഒരു വ്യത്യാസമില്ല. ആണും പെണ്ണാണെന്നോ വ്യത്യാസമില്ല. അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ ഒരു കൂട്ടം എന്നുള്ളത്. അപ്പൊ സകല കുടുംബത്തിനും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണം, എങ്ങനെ പേർ വരുവാൻ? ദൈവമക്കൾ എന്ന് പേർ വരുവാൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധിയിൽ മുട്ടുവന്നു. നമുക്കറിയാം ഗലാത്യലേഖനം 4 പറയുന്നുണ്ട്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അയച്ചു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് മുദ്രയിട്ടിട്ട് തന്റെ അവകാശം, മക്കളെന്ന അവകാശം ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിനെ മുദ്രയിടപ്പെട്ട എല്ലാവരും, ഇതുവരെ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും, ഇനി വിശ്വസിക്കാനുള്ളവരും, ഇതുവരെ ക്രിസ്തുവിൽ മരിച്ചവരും, ഇനി ഇപ്പോൾ ജീവിക്കുന്നവരും, ഇനി ക്രിസ്തുവിലായി തീരാനുള്ളവർക്കെല്ലാം ദൈവമക്കളെന്ന് പേർ വരുവാൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഓക്കെ, അപ്പം മുട്ടുകുത്തുക നമ്മൾ ഇതുവരെ പഠിച്ച ആ പ്രാർത്ഥനയാൽ ദൈവത്തോട് പിതാവിന്റെ സന്നിധിയിൽ, അപ്പൊ ഈ സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായി പിതാവിന്റെ സന്നിധി പലരും പറയാൻ ഞാൻ മുട്ടുകുത്തുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ മുട്ടുകുത്തിയ പൗലോസ് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത്. മുട്ടുകുത്തുന്നു. അപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അന്നത്തെ ആ കൾച്ചറില് ഉള്ള ഒരു ഹ്യൂമിലിറ്റി, ഒരു താഴ്മയുടെ സിമ്പൽ ആയിരുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്കറിയാം ഇപ്പം മുസ്ലിം സഹോദരന്മാരാണെങ്കിലും അവർ മുട്ടുകുത്തിയാ പ്രാർത്ഥിക്കുക, അവർ നിസ്കരിക്കുക, അവർ ഏത് സ്ഥലത്ത് ചെന്നാലും അത് റോഡ് നടുറോഡിലായിരുന്നു എവിടെയായിരുന്നാലും അവരവിടെ മുട്ടുകുത്തിയാ പ്രാർത്ഥിക്കുന്നത്. ഓരോ കൾച്ചറിനും അങ്ങനെയുണ്ട്. ഇവിടെ യഹൂദ പശ്ചാത്തലത്തിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ള അവരുടെ ഒരു സിമ്പിളായിരുന്നു, ഹ്യൂമിലിറ്റിയുടെ ഒരു സിമ്പിളായിരുന്നു. നമുക്ക്
വചനത്തിൽ പല ഭാഗത്തും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം നമുക്ക് മുമ്പോട്ട് വായിച്ചിട്ട് പോകാം. 1 രാജാക്കന്മാർ 8:54 ശലോമോൻ ദേവാലയം പണിതതിനു ശേഷം അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 8:54 ശലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിൽ മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തിലേക്ക് മലർത്തി ഇരുന്നതും വിട്ട് എഴുന്നേറ്റു. അപ്പം ശലോമോൻ പ്രാർത്ഥിച്ചത് മുട്ടുകുത്തിയിരുന്ന് കൈ ആകാശത്തിലേക്ക് മലർത്തിക്കൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ എസ്രാ ശാസ്ത്രി പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എസ്രായുടെ പുസ്തകം 9:5 വാക്യം. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയിങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞു തന്നത്. അപ്പൊ യഹൂദന്മാരുടെ ഒരു ആചാരമായിരുന്നു, അല്ലെങ്കിൽ ഒരു കൾച്ചറായിരുന്നു, അവരുടെ താഴ്മയുടെ ഒരു സിമ്പൽ ആയിരുന്നു അവർ മുട്ടുകുത്തി മേലോട്ട് ആകാശത്തോട്ട് കൈമലർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 10 കാണാൻ കഴിയും. നമുക്കത് വായിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കാണുന്നത്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴും അവിടെ നമ്മളത് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 9:40. അപ്പോസ്തല പ്രവൃത്തി 9:40. പത്രോസ് അവരെ ഒക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ബാക്കി ഞാൻ വായിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതും അങ്ങനെയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22:41-42. എഴുതേണ്ടവർക്ക് എഴുതി പോകാം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, കാരണം ഇത് നമുക്കറിയാവുന്ന കാര്യമായുണ്ട്. അപ്പൊ കർത്താവ് പ്രാർത്ഥിച്ചു 22 ലൂക്കോസ് 22:41. താൻ അവരെ വിട്ടു ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിതാവേ, അവിടെ പ്രാർത്ഥിക്കാൻ സമയങ്ങളിലെ പ്രാർത്ഥന നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് അല്ലാതെയും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാവീദ് ദൈവസന്നിധിയിൽ എന്താ പറയുന്നത്, നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ചെന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ അന്നത്തെ സാഹചര്യത്തിന്റെ അനുസരിച്ച്, അവർ ആ കൾച്ചറിന്റെ അനുസരിച്ച് അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥന കാണാം. പക്ഷെ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശാരീരികമായി പ്രാർത്ഥനയിൽ നാം എപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന് ഇതിന് അർത്ഥമില്ല. പക്ഷെ നമ്മുടെ ശരീരം ഏതവസ്ഥയിലായിരുന്നാലും, ഏത് പൊസിഷനിലായിരുന്നാലും, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നതായിരിക്കണം. ഹ്യൂമിലിറ്റി വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ. നമ്മുടെ പോസ്റ്റർ എങ്ങനെയാണെന്നില്ല. നമുക്ക് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാം, നടക്കുമ്പോൾ പ്രാർത്ഥിക്കാം, നമുക്ക് ഓടുമ്പോൾ പ്രാർത്ഥിക്കാം, നമുക്ക് എപ്പോ വേണേലും പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ ആത്മാവ് ദൈവത്തോടുള്ള താഴ്മയിലും ദൈവഭക്തിയിലുമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പൊ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്തവരെന്തു ചെയ്യും? അവർക്ക് നിന്ന് പ്രാർത്ഥിക്കാം. ചിലവർക്ക് എഴുന്നേറ്റ് നിൽപ്പാൻ കഴിവില്ലാത്തവർ കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേക്കാൻ വയ്യാന്ന് മരണത്തോടൊക്കെ അടുത്തവർക്ക് അവർക്ക് എഴുന്നേക്കാൻ ഒക്കത്തില്ല. അവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം? അല്ല മുട്ടുകുത്തിയാലേ കർത്താവ് കേൾക്കുമെന്നല്ലോ, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സ് ദൈവത്തോടുള്ള താഴ്മയിലും ദൈവഭക്തിയിലും ആയിരിക്കണം ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം സ്വർഗത്തിലും നാം ഭൂമിയിലുമാ, അല്ലേ? അതുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭാവമാണ് നമുക്ക് ദൈവസന്നിധിയിൽ അത് പ്രകടമായി തീരുന്നത്. നമുക്ക് എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം, ഏത് പോസ്റ്റിലും പ്രാർത്ഥിക്കാം. ഇവിടെ മനസ്സിന്റെ ഭാവമാണ് ദൈവസന്നിധി. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, നമ്മുടെ തിരുവുള്ളങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒത്തതായിരിക്കണം. നമ്മുടെ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് നമുക്ക് മനുഷ്യരോട് പറയാം, അവരറിയത്തില്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയുവാനായിട്ട് ഒക്കെയില്ല. കാരണം നമ്മുടെ നിരൂപണങ്ങൾ നാം അറിയുന്നതിന് മുമ്പേ ദൈവം അറിയുന്നെന്നാണ് ഏത് സങ്കീർത്തനം പറയുന്നത്? 139 സങ്കീർത്തനം പറയുന്നത്. അപ്പം പോസ്റ്റർ ഏതായാലും നിർബന്ധമില്ല, ഒരു പ്രശ്നമില്ല. ദൈവസന്നിധി ഏത് സമയത്തും പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ മനസ്സ് ദൈവഭക്തിയിലായിരിക്കണം, താഴ്മയിലായിരിക്കണം എന്നാണ്. ഇനി നമുക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലേക്ക് പോകാം. നമുക്ക് ചിലപ്പോൾ ഒരു പ്രാർത്ഥന മാത്രം എന്ന് പറയുവാനായിട്ട് ഒക്കത്തുള്ളായിരിക്കാം. ഞാൻ ആ പ്രാർത്ഥന മുഴുവനായിട്ടൊന്ന് വായിക്കാം. പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ.
ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം കൂടെ നിറഞ്ഞു വരയണമെന്നും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ പ്രാർത്ഥന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞു ഇത് എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന, അവര് ശക്തിയോടെ ബലപ്പെടണം, അവരുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുത്തണം. പക്ഷെ 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയദൃഷ്ടി തുറന്നിട്ട് ദൈവത്തെ അറിയണം. അങ്ങനെയല്ലേ പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി തുറന്നിട്ട് നിങ്ങൾ ദൈവത്തെ അറിയണം, അവന്റെ വിളിയാനുള്ള ആശ അറിയണം, വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ വിളിയാനുള്ള ആശ അറിയണം എന്ന് പറഞ്ഞാൽ അവന്റെ ബലത്തിൽ വ്യാപാരിക്കുന്നവർക്ക് വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. അങ്ങനെ അറിയണമെന്നാ പറയുന്നത് അല്ലേ. പക്ഷെ ഇവിടെ കാണുന്നത് അവര് ബലപ്പെടണം, അകത്ത മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം, ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ വളരണം. ആദ്യം മുതല് 16-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പ്രോഗ്രസീവ് പ്രയറാണ്. പറയാൻ കാരണമുണ്ട്. ആദ്യം പറയുന്നു നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം, അത് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരണം. അപ്പൊ ശക്തി അറിയണം, ശക്തിയോടെ വരണം, അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ എല്ലാ നിറവിനോടും കൂടെ നിറഞ്ഞു വരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ അല്ലെ. ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതാണ് ഒരു പ്രോഗ്രസീവ് പ്രാർത്ഥനയാണ്. നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും ഓരോ വാക്യങ്ങളും അത് പ്രോഗ്രസീവായിട്ട് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാനാണ്. അതിന്റെ അവരുടെ പ്രാർത്ഥനയിലെ അപേക്ഷ എന്ന് പറയുന്നത് അകത്ത മനുഷ്യൻ ബലപ്പെടണം, ശക്തിയോട് ബലപ്പെടണം അല്ലെ, ആത്മാവിനുള്ള ശക്തി പ്രാപിക്കണം. അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാനുള്ള ശക്തിയല്ല വേണ്ടത്, വിവേകത്തിൽ ആത്മീക തീഷ്ണതയുള്ളവരാണ്. നമ്മൾ റോമാലേഖനം പറയുന്ന ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണമെന്ന് പറയുന്നുണ്ടല്ലേ. ശക്തിയോടെ ബലപ്പെടണം. എന്ത് ശക്തിയാ? ഞാനിപ്പം പറയുന്നത് ആരാധിക്കാനുള്ള ശക്തിയല്ല, ദൈവത്തിന്റെ വചനത്തിൽ നിറഞ്ഞു വരണം, ദൈവത്തിന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിറഞ്ഞു വരണം, ദൈവത്തിന്റെ നിറവോളമായി തീരണം. അപ്പൊ സ്പിരിച്വൽ പവർ വേണം, ആത്മീക ശക്തി വേണം. അപ്പം ആത്മീക ശക്തി എന്നത് ദൈവവചനത്തിനും ദൈവ ആത്മാവിനും കീഴടങ്ങിയിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അടയാളമാണ് ആത്മീയ ശക്തി എന്നുള്ളത്. ആത്മീക ശക്തി പ്രാപിച്ചവർ ആ ഒരു നല്ല ഒരു ദൈവ പൈതലിന്റെ അടയാളമാണ്. ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിറയപ്പെട്ട് ജീവിക്കുന്നവര്. അപ്പം ആ ദൈവത്തിന്റെ ആത്മാവിനെ കീഴടങ്ങിയിരിക്കണം, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കണം. അപ്പം ദൈവത്തിന്റെ വചനം ശക്തിയോടെ പഠിക്കുകയും അത് അറിയുകയും അത് ധ്യാനിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. ഒന്നുകൂടെ പറയാം, ദൈവവചനം ശ്രദ്ധയോടെ പഠിക്കണം, പഠിക്കുന്ന ദൈവവചനത്തിനനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ജീവിത ശൈലി നമുക്കുണ്ടാകണം, അതിനനുസരിച്ച് നാം പ്രവർത്തിക്കണം എന്നുള്ളത്. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ്, ലേൺ, മെഡിറ്റേറ്റ് ആൻഡ് ലിവ് ബൈ ഇറ്റ്. റീഡ്, ലേൺ, മെഡിറ്റേറ്റ് ആൻഡ് ലിവ് ബൈ ഇറ്റ്. ഒരു എക്സാമ്പിൾ ആയി തീരണം. കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് പിന്തുടരുവാൻ ഉള്ള ഒരു മാതൃക വെച്ചേച്ചു പോകുന്നു. അപ്പൊ ആ മാതൃക വെച്ചേച്ചു പോകുന്ന സത്യവാനായ ക്രിസ്തു അല്ലെ, സത്യമായ ക്രിസ്തു നടന്നതുപോലെ സത്യത്തിൽ നടക്കുകയും സത്യവചനം അനുസരിച്ച് ജീവിക്കുകയും നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്താൽ നാം ആയിത്തീരണം. അപ്പം നാം പഠിക്കുന്നതനുസരിച്ച് ചിട്ടയായുള്ള ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണം. പഠിക്കുന്നതിനനുസരിച്ച് പഠിക്കുന്നത് ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ പോകാനല്ല, അത് ഞാൻ പഠിക്കുന്നത് മറ്റുള്ളവരെ ജീവിച്ച് കാണിക്കാനല്ല, ഞാൻ പഠിക്കുന്നത് എനിക്ക് ജീവിക്കാനുള്ളതാണ്. ഞാൻ വചനം പഠിച്ചിട്ട്
പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രസംഗിക്കാനല്ല, ഞാൻ പഠിച്ചിട്ട് എനിക്കും കൂടെ ജീവിക്കാനുള്ളതാണ്. അപ്പം ചിട്ടയായുള്ള ദൈവവചന പഠനത്താലാണ് ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങി ജീവിപ്പാനും ചിട്ടയായിട്ടുള്ളൊരു ജീവിത ശൈലി നമുക്ക് പ്രാപ്യമാകുവാനും കഴിയുന്നത്. ദൈവത്തിന്റെ വചനമില്ലാതെ ഒരു മനുഷ്യനും ക്രിസ്തീയ പൂർണ്ണതയിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ പോയി ഒന്ന് ആരാധിച്ചാലോ, കുറെ കൊച്ചു കൂട്ടായ്മ കൂടിയാലോ, കുറെ നല്ല പ്രവൃത്തികൾ ചെയ്താലോ ക്രിസ്തുവിൽ വളരത്തില്ല. ദൈവത്തിന്റെ വചനത്താലാണ്, ദൈവത്തിന്റെ ആത്മാവിനാലും മാത്രമേ ക്രിസ്തുവിൽ വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് പൗലോസ് തന്റെ അവസാന ലേഖനമായ തിമത്യോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് തിമത്യോസിനോട് പറയുന്ന അവസാന വാക്കുകളുണ്ട്. നീ അറിഞ്ഞതിൽ നിങ്ങളെ അറിഞ്ഞത് പഠിക്കുക, പഠിച്ചതിൽ നിശ്ചയം പ്രാപിക്കുക, നിശ്ചയം പ്രാപിച്ചതിൽ നീ ഉറച്ചു നിൽക്കുക. അപ്പം തിരുവചനത്താലാണ് ശക്തി പ്രാപിക്കുന്നത്. അപ്പം തിരുവചനത്താൽ ശക്തി നാം അറിയണം, നാം പഠിക്കണം, പഠിച്ചതിൽ നിശ്ചയം പ്രാപിക്കണം, ഉറച്ചു നിൽക്കണം. നമുക്കറിയാവുന്ന വാക്യമാണ് തിമത്യോസിന്റെ ലേഖനം 3:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എടുത്തത് വിട്ടുപോയി. ഓക്കെ, ഞാൻ എളുപ്പം വായിക്കാം. 2 തിമത്യോസ് 3:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അറിയാവുന്ന വാക്യാണല്ലോ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാവുന്നു. അപ്പൊ ഒരു മനുഷ്യനെ അല്ലെ ഒരു ദൈവ പൈതലിനെ ക്രിസ്തുവേശുവിൽ തികഞ്ഞവനാക്കുന്നത് ദൈവവചന പഠനമാണ്. അപ്പൊ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്. ഈ ലോകത്തുള്ള മറ്റ് എല്ലാ ബുക്കുകൾക്കും ഒരു ഓതർ ഉണ്ടെങ്കിൽ ദൈവവചനത്തിന് 2 ഓതർ ഉണ്ട്. ആ എഴുതിയ ആളും അതുപോലെ ഒരു ആത്മാവിനാലാണ് എഴുതപ്പെട്ടത്. നമ്മൾ ഈ ലോകത്തിലെ ഏത് പുസ്തകം വായിച്ചാലും എഴുതിയ ഗ്രന്ഥകർത്താവ് നമ്മോടുകൂടെ ഇരിക്കുകയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, അത് ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി ജീവിക്കുക. കേട്ട വചനം നാം പഠിക്കുക, അതിൽ നിശ്ചയം പ്രാപിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെയാണ് നാം ശക്തി പ്രാപിക്കുന്നത്. അപ്പം പൗലോസ് പറയുന്നുണ്ട്, ഈ ശക്തി പ്രാപിക്കുന്ന ആരാണ്? അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ അകത്തെ മനുഷ്യനാണ് ബലപ്പെടേണ്ടത്, പുറത്തെ മനുഷ്യനല്ല ബലപ്പെടേണ്ടത്. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അപ്പം ക്രിസ്തുവിലെ പുതിയ സൃഷ്ടിയാണ് അകത്തെ മനുഷ്യൻ, അല്ലേ? ക്രിസ്തുവിലെ പുതിയ സൃഷ്ടിയല്ലേ അകത്തെ മനുഷ്യൻ? നാം ക്രിസ്തുവിലേക്ക് വരുമ്പോൾ പുറത്തെ മനുഷ്യനാണോ രൂപാന്തരപ്പെടുന്നത്? അകത്തെ മനുഷ്യനാ രൂപാന്തരപ്പെടുന്നത്. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുമ്പോൾ പുറത്തെ മനുഷ്യനിലും ആ പ്രവൃത്തികൾ കാണുവാനായിട്ട് കഴിയും. കാരണം അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ മാത്രമേ പുറത്തെ മനുഷ്യൻ അതിന്റെ പ്രക്രിയകൾ കാണിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടില്ലെങ്കിൽ പുറത്തെ ജഡവും നാം പണ്ട് കാണിച്ചത് തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കല്ലേ. അപ്പം അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ മാത്രമേ, ഞാൻ വിശ്വാസി എന്ന പേരുണ്ട്, നാം പണ്ട് ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കുന്നു എങ്കിൽ എൻ്റെ അകത്തെ മനുഷ്യൻ ഇപ്പോഴും മരിച്ചിരിക്കുകയാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടില്ല. അത് കാരണം നാം എന്തിനെയാണോ നാം പോഷിപ്പിക്കുന്നത് അത് വളർന്നുകൊണ്ടേയിരിക്കും. നാം പുറത്തെ മനുഷ്യനെയാണോ പോഷിപ്പിക്കുന്നത്, പുറത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും കൂടെ രണ്ടും കൂടെ ബലപ്പെടണമെന്നുണ്ടെങ്കിൽ രണ്ടിനും
ഒരുപോലെ പോഷണം കൊടുത്താലേ മതിയാകത്തുള്ളൂ. അപ്പം നമ്മൾ അകത്തെ മനുഷ്യന് നല്ലവണ്ണം പോഷണം കൊടുത്താൽ മാത്രമേ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയുള്ളൂ. അപ്പം നമ്മള് ഇപ്പം വായിച്ച വാക്യമുള്ള 2 കൊരിന്ത്യർ 4:16-17 വാക്യം. ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? അവിടെ പറയുന്നുണ്ട്, ആ തേജസ്സിന്റെ നിത്യഘനം ഓർക്കുമ്പോൾ ആ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോകുക, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ആ ശക്തിയോടെ ബലം പ്രാപിക്കുന്നു. ആ തേജസ്സിന്റെ നിത്യഘനത്തെ കുറിച്ചുള്ള ആ വാഞ്ച ഉള്ളത് കൊണ്ട് പുറത്തെ മനുഷ്യൻ പോട്ടെ, കഷ്ടം അനുഭവിച്ചു, ജീവിക്കാൻ പോലും ഒക്കത്തില്ല. പൗലോസിനെ കല്ലേറ് കൊണ്ട് ലുസ്ത്രയിൽ വെച്ച് മരിച്ച പോലെയായി. മരിച്ചു എന്ന് നമുക്ക് പറയാം അല്ലേ? അങ്ങനെയാണല്ലോ കർത്താവിന്റെ ദർശനം 3-ാം സ്വർഗത്തോളമൊക്കെ എടുക്കപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവസ്ഥയിലായിരുന്നിട്ടും ആ നിത്യഘനം ഓർക്കുമ്പോൾ ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയെങ്കിലും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ ഇവിടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യന്റെ ബലവും വളർച്ചയും പുതുക്കവും ആ പുറത്തെ മനുഷ്യനും ആവശ്യമാണ്. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ആ മനുഷ്യൻ ബലപ്പെട്ടാൽ മാത്രമേ നാം ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അപ്പോസ്തലപ്രവൃത്തി 1:8 ഇങ്ങനെ പറയുന്നു, നാം ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകണം. സാക്ഷികളാകുന്ന എങ്ങനെയാ? പറയുവാൻ മാത്രമല്ല, സാക്ഷികളായി നാം ജീവിക്കണം അല്ലേ? റോമലേഖനം 8:5-9 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, നാം ജഡസ്വഭാവത്തെ പൂർണ്ണമായും മാറ്റിക്കളയണം അല്ലേ? നാം ആത്മാവിനാൽ നമ്മുടെ ജഡത്തെ മരിപ്പിക്കണം, ആത്മാവിനാൽ നാം ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം പറയുന്നുണ്ട് 5-ാം അധ്യായം, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അങ്ങനെയെങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നമ്മുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും നമ്മുടെ അകത്ത് മനുഷ്യൻ നാൾക്കുനാൾ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നാൾക്കുനാൾ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ മാത്രമേ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ആയിത്തീരുവാനായിട്ട് കഴിയുള്ളൂ. പൗലോസിന് എഫെസോസിലെ ദൈവജനത്തോടുള്ള പ്രാർത്ഥന, അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം, ദൈവത്തിന്റെ ആത്മാവിനാൽ ബലപ്പെടണം അല്ലെ? ആ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. അങ്ങനെ ബലപ്പെട്ടാൽ മാത്രമേ ക്രിസ്തുവിന് അനുരൂപമായി നാം ആയിത്തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് അടുത്ത വാക്യം, അടുത്ത അപേക്ഷ അല്ലെങ്കിൽ അടുത്ത പ്രാർത്ഥന നമുക്ക് പറയുവാനായിട്ട് ഇന്ന് സമയമില്ല. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. പൗലോസ് എഫെസോസിലെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. അപ്പം പൗലോസ് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ വിശ്വാസികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഈ പ്രാർത്ഥന നാമും പഠിക്കുമ്പോൾ നാമും പ്രാർത്ഥനയ്ക്കും മാറ്റം വരണം. തരിക എന്നല്ല, നാം ബലം പ്രാപിക്കണം, ശക്തിപ്പെടണം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം, ക്രിസ്തുവെന്ന തലയോളം നിറഞ്ഞു വരണം അല്ലെ? ആ ദൈവത്തിന്റെ ആ നിറവോളം നിറഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരണം. നമ്മള് ചോദിച്ചാൽ മാത്രമേ ദൈവം നമുക്ക് തരത്തുള്ളൂ അല്ലെ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടത്തുള്ളൂ. അത് നാം കരയണം ദൈവസന്നിധിയിൽ. നിങ്ങൾ ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരായിരുന്നാലേ ആത്മീയമായി നിറയ്ക്കുവാൻ നമുക്ക് ദൈവത്തിന് കഴിയത്തുള്ളൂ. നാം ഭൗതികമായി ദൈവത്തോട് കെഞ്ചുന്നവരാണ്. അത് ഭൗതികമായി ദൈവം തരത്തിന്നല്ല, ആകാശത്തിന്റെ കിളിവാതിലെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം തരും നമുക്ക്. പക്ഷെ ഈ തന്നതെല്ലാം ഈ ഭൂമിയിൽ ഇട്ടേച്ച് പോകത്തേ ഉള്ളൂ കേട്ടോ. പക്ഷേ ആത്മീയമായി ധ്യാനം ചോദിച്ചാൽ ദൈവം തരും. എങ്ങനെയാ തരുന്നത്? ആത്മാവിനെ അളവ് കൂടാതെയല്ലോ ദൈവം തരുന്നത്. നിത്യ തേജസ്സിൽ എടുക്കപ്പെടുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ചിലർ ലജ്ജിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരും, ചിലർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിന്തിക്കുക, നാം ലജ്ജിച്ചു പോകണോ? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. ചിലവരുടെ പണി തീയിൽ അത് വെളിപ്പെടുമെന്നാ പറയുന്നത്. അവര് പ്രയാസേന രക്ഷ പ്രാപിച്ച് അവിടെ വരെ എത്തി. പക്ഷെ അവിടെ ചെല്ലുമ്പം രക്ഷ പ്രാപിച്ചതല്ല,
കർത്താവേ, എനിക്ക് ഈ ലോകത്ത് ജീവിച്ചപ്പം കുറെ കാലം കൂടെ നല്ലവണ്ണം ജീവിക്കാനാവുമെന്ന് അങ്ങനെ നമ്മൾ ലജ്ജിച്ചു പോകാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കുക, നാം വചനത്തിൽ മുന്നേറുക. അതുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം ദൈവവചനം പഠിക്കുവാനായിട്ട് ഇവിടെ ആക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഞാൻ പറയുന്നു കേൾക്കുക എന്നുള്ളതല്ലാതെ സ്വയമായി ദൈവവചനം പഠിക്കണം, അതിൽ വളർന്നു വരണം. അങ്ങനെയായി തീർന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ വളരുവാനും ദൈവത്തിന്റെ നിറവോളമായി തീരുവാനും കഴിയുകയുള്ളൂ. ദൈവം ഈ വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.